ഇടുക്കി പ്രസ് ക്ലബ് ഭാരവാഹികളെ ആദരിച്ച് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ. പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി, സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളി എന്നിവരെയാണ് മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ തൊടുപുഴയിലെ വ്യാപാരികൾ ആദരിച്ചത്. വ്യാഴാഴ്ച ചേർന്ന മർച്ചന്റ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി, സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളി എന്നിവരെ ആദരിച്ചത്. തൊടുപുഴ വ്യാപാര ഭവനിൽ പ്രസിഡന്റ് രാജു തരണേലിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ചടങ്ങിൽ നഗരത്തിലെ വ്യാപാര സ്ഥാപനത്തിൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മോഷണം നടത്തിയ കേസിൽ പ്രതിയെ സാഹസികമായി പിടികൂടിയ തൊടുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ നജീബ്, ഓഫീസർമാരായ നഹാസ്, വേസിൽ, രതീഷ് എന്നിവർക്കും ആദരവൊരുക്കിയിരുന്നു. ഓരോ കാര്യങ്ങളിലും ജനങ്ങളിൽ എത്തിക്കാൻ പത്രമാധ്യമങ്ങൾ വളരെയധികം ഞങ്ങളെ വ്യാപാരികളെ സഹായിക്കുന്നുണ്ട്. പത്രമാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ കാര്യമല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സോഷ്യൽ മീഡിയ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പത്രങ്ങൾ. അതിൽ തൊടുപുഴ മറ്റ് സ്ഥലങ്ങളിൽ ഇത്രയും സഹകരണം ഉണ്ടോ ഇല്ലോ എന്ന് എനിക്ക് സംശയമുണ്ട്. തൊടുപുഴയിലെ പത്രക്കാർ, പ്രത്യേകിച്ച് വിനോദും ജെയ്സും ഞങ്ങളെ വളരെയധികം സഹായിക്കുന്ന ആളുകളാണ്. അപ്പം മറ്റ് ഇടുക്കി ജില്ലയിൽ തന്നെ ധാരാളം യൂണിറ്റുകളുണ്ട്. അവരുടെ ന്യൂസുകൾ ധാരാളം വരാറില്ല. വളരെ ചുരുക്കം ചില ആളുകളുടെ ന്യൂസുകൾ വരാറുള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം തൊടുപുഴയിലെ പത്രക്കാർ നമ്മളോട് അത്രയധികം സ്നേഹം പുലർത്തുന്നു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് അവർക്കൊരു സ്വീകരണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും അധികം പറ്റല്ല. എക്കാലത്തും ഇടുക്കി പ്രസ് ക്ലബ്ബുമായി സഹകരിച്ചാണ് തൊടുപുഴയിലെ വ്യാപാരികൾ പ്രവർത്തിക്കുന്നതെന്നും ഏതൊരു ആവശ്യത്തിന് സമീപിച്ചാലും മാധ്യമങ്ങളോട് നോ പറയാതെ വ്യാപാരികൾ സഹകരിക്കാറുണ്ടെന്നും മറുപടി പ്രസംഗത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി, സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളി എന്നിവർ പറഞ്ഞു. ഞാൻ മംഗളത്തിൽ വരുന്ന 2002 കാലഘട്ടത്തിൽ കൃഷ്ണനായരികാരനാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ്. അന്ന് എല്ലാ യൂണിറ്റുകളിലും മംഗളത്തിന്റെ ഒരു ഏജൻസി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കീഴിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടേറെ സുഹൃബന്ധം തൊടുപുഴയിലായാലും ജില്ലയിലെ മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളുമായും ഒരു ബന്ധം പുലർത്താൻ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമായി. ഒട്ടേറെ കാര്യങ്ങൾ ഇടുക്കി പ്രസ് ക്ലബിന്റെ നിർമ്മാണ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ഒട്ടേറെ സഹായങ്ങൾ അന്നത്തെ ഭാരവാഹികൾ ഇടുക്കി പ്രസ് ക്ലബിന് നൽകിയിരുന്നു. ഇടുക്കി ജില്ലയിലെ മാധ്യമ പ്രവർത്തകർക്ക് നൽകിയ ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു സ്വീകരണത്തെ കാണുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗനായ ബഹുമാനയുടെ പ്രസിഡന്റ് പറഞ്ഞു, മാധ്യമ പ്രവർത്തകർ വ്യാപാരികൾ ഒരു നാണയത്തിലെ ഇരുവശങ്ങൾ എന്നപോലെ പ്രവർത്തിക്കുന്നവരാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം തൊടുപുഴയിലെ മാധ്യമ പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരി വ്യാപാര സുഹൃത്തുക്കളുമായി പരിചയപ്പെടുവാനും അടുത്ത് ഇടപെടുവാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. വളരെ നല്ല ഒരു സ്വീകാര്യതയാണ് ഇപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് വ്യാപാര സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത്. ചടങ്ങിൽ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ ടി.എൻ. പ്രസന്നകുമാർ, സാലി എസ്. മുഹമ്മദ്, സി.കെ. നവാസ്, നാസർ സൈര, ഷെരീഫ് സ്വർഗം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. Al Azhar Group of Institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, founder, chairman, Al Azhar Group of Institutions, Todupuzha, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success. Shining light, smiling bright. Al Azhar Group of Institutions, Todupuzha.